ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹപൂർവമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഇന്നത്തെ പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചനം നമ്മെ ഒരു വലിയ ആത്മീയ സത്യത്തിലേക്ക് നയിക്കുന്നു. ദൈവ സാന്നിധ്യത്തിൽ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തെ പുതുക്കുന്നു. ഈ ധ്യാനം നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ കൂടുതൽ ആഴമുള്ളതാക്കട്ടെ. സ്നേഹപിതാവായ ദൈവമേ, ഈ മനോഹരമായ പ്രഭാതത്തിനും ജീവനും കൃപയ്ക്കും അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. മോശയെപ്പോലെ അങ്ങയുടെ സാന്നിധ്യം അന്വേഷിക്കുന്ന ഒരു ദാഹം ഞങ്ങളിൽ വളർത്തണമേ. പ്രാർത്ഥനയിലൂടെ അങ്ങയോട് കൂടുതൽ അടുത്തു ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഇന്നത്തെ അനുദിന പ്രഭാത തിരുവചന വായനാധ്യാനം പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗമാണ്. മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്നും ദൂരത്തടിച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിനു പുറത്ത് സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് ഓരോരുത്തൻ താൻ തൻ്റെ കൂടാരവാതിൽക്കൽ നിന്ന് മോശ കൂടാരത്തിനകത്ത് കടക്കുവോളം അവനെ നോക്കിക്കൊണ്ടിരുന്നു. മോശ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. ജനം എല്ലാം കൂടാരവാതിൽക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടു. ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ താൻ താൻ്റെ കൂടാരവാതിൽക്കൽ വെച്ച് നമസ്കരിച്ചു. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. ആമീൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ തിരുവചനത്തിൽ മോശ പാളയത്തിന് പുറത്തായി ഒരു സമാഗമന കൂടാരം സ്ഥാപിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ഏവനും ഇവിടെ എത്തുമായിരുന്നു. മോശ കൂടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിൽക്കും. ഇതു കണ്ട ജനങ്ങൾ എല്ലാവരും തങ്ങളുടെ കൂടാരവാതിലിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചു പോന്നു. ഈ തിരുവചന ഭാഗത്തിൽ ഏറ്റവും മനോഹരമായ വചനം ഇതാണ്. ഒരു മനുഷ്യൻ തൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ കർത്താവ് മോശയോട് മുഖാമുഖം സംസാരിച്ചു. എത്ര അത്ഭുതകരമായ ബന്ധം അല്ലേ? മോശയുടെ ശക്തി അവൻ്റെ നേതൃത്വത്തിലല്ലായിരുന്നു. അവൻ്റെ ശക്തി ദൈവ സാന്നിധ്യത്തിലായിരുന്നു. നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥ ആത്മീയ ശക്തി നമ്മുടെ കഴിവുകളിൽ നിന്നല്ല, ദൈവത്തോടൊപ്പം ചിലവഴിക്കുന്ന സമയങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇന്നു നാം തിരക്കുകളിൽ മുങ്ങിപ്പോകുന്ന ഒരു ആധുനിക ലോകം. പക്ഷേ ദൈവം ഇന്നും നമ്മെ തൻ്റെ സാന്നിധ്യത്തിലേക്ക് വിളിക്കുന്നു. ദിവസവും കുറച്ചു നിമിഷങ്ങളെങ്കിലും ആത്മാർത്ഥമായി പ്രാർത്ഥനയിൽ ചിലവഴിക്കുവാൻ നമ്മുടെ ഹൃദയം മാറ്റപ്പെടണം. നമ്മുടെ തീരുമാനങ്ങൾ മാറണം. നമ്മുടെ കുടുംബ ജീവിതവും അപ്പോൾ മാറും. ഇന്ന് സ്വയം നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, ഞാൻ ദൈവത്തിനായി ദിവസവും സമയം മാറ്റിവെക്കുന്നുണ്ടോ? പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശീലമാണോ? ദൈവത്തെ ഞാൻ ഒരു സുഹൃത്തിനെ പോലെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടോ? പ്രിയരെ, ദൈവം ഇന്നും തൻ്റെ മക്കളോട് സംസാരിക്കുന്നു. കേൾക്കാൻ തയ്യാറായ
ഒരു ഹൃദയം മാത്രം അവിടുന്ന് അന്വേഷിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഇന്നത്തെ തിരുവചനത്തിന് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. പ്രാർത്ഥനയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആദ്യ മുൻഗണനയാക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. മോശയെപ്പോലെ അങ്ങയുടെ സാന്നിധ്യത്തിൽ സമയം ചിലവഴിക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലും ജോലി സ്ഥലങ്ങളിലും സഭയിലും സമൂഹത്തിലും അങ്ങയുടെ സമാധാനവും പ്രകാശവും നിറയട്ടെ. രോഗികളെ സൗഖ്യമാക്കണമേ, ദുഃഖിതരെ ആശ്വസിപ്പിക്കണമേ, നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ അവിടുന്ന് നടത്തണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവ് നിങ്ങളെ എന്നും മുൻപോട്ട് നയിക്കട്ടെ. ആമേൻ.